കൈപിടിച്ചുയർത്തേണ്ടവരും കൈത്താങ്ങൾ തരേണ്ടവരും കൈ കുടഞ്ഞു കളയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന ഭയങ്കരമാണ്. അവരൊന്ന് കൈപിടിച്ചിരുന്നെങ്കിൽ, അവരൊന്ന് താങ്ങിപ്പിടിച്ചിരുന്നെങ്കിൽ, അവരുടെ ചില സംസാരങ്ങളൊന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് തളരാതിരുന്നേന്, ഞാൻ ധൈര്യപ്പെട്ട് എഴുന്നേക്കുമായിരുന്നു എന്ന് പരാതി പറഞ്ഞ ധാരാളം പേരുണ്ട്. യേശുവിനെ കണ്ടുമുട്ടിയൊരു ദൈവവേദനയോട് ഞാൻ പറയട്ടെ, ഏതെല്ലാം മനുഷ്യർ നിന്നെ കൈവിട്ടാലും എൻ്റെ കർത്താവ് നിന്നെ കൈവിടുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിന്റെ 16 വാക്യം, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ദൈവം പ്രവാചകനിലൂടെ പറയുക, യേശുക്രിസ്തുവിനെ കണ്ടെത്തിയൊരു ദൈവപൈതലിനെ ദൈവം തന്റെ ഉള്ളം കൈക്കകത്ത് വരച്ചിരിക്കുക. ദൈവത്തിന്റെ കൈ തുറന്നാൽ നിന്റെ പേരതിനകത്തുണ്ട്. ഇനി മെസ്സേജ് കേൾക്കുമ്പോൾ ഒറ്റപ്പെടലും പ്രതിസന്ധിയും ഒക്കെ അനുഭവിക്കുന്ന ചിലരോട് പറയാം, ആരൊക്കെ നിന്നെ തട്ടിക്കളിച്ചാലും നീ ദൈവത്തിന്റെ ഉള്ളം കയ്യിലാണെങ്കിൽ നിന്നെ നിന്ദിച്ചവർ തന്നെ നിന്നെ വന്ദിക്കും. യോസഫ് അപ്പപ്പൊതിയും കൊണ്ട് സഹോദരങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോൾ സഹോദരങ്ങൾ അവനെ പൊട്ടക്കുഴിക്കകത്ത് തള്ളിയിട്ടെന്ന് വചനത്തിൽ വായിക്കുക. അപ്പപ്പൊതി പിടിച്ചു വാങ്ങിച്ച് ഇട്ടിരുന്ന വസ്ത്രം വലിച്ചു കീറിയെടുത്ത് സ്തോത്രം അവനെ പൊട്ടക്കുഴിക്കകത്ത് വലിച്ചെറിഞ്ഞു. അവിടെയൊന്നും യോസഫ് നിരാശപ്പെട്ടതായിട്ട് ബൈബിളിൽ വായിക്കുന്നില്ല. ഞാൻ എൻ്റെ ആത്മീക വീക്ഷണത്തിൽ നിന്നുകൊണ്ടൊരു കാര്യം പറയാം. യോസഫ് കണ്ട സ്വപ്നമാണ് അപ്പോഴും യോസഫിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പൊട്ടക്കുഴിക്കകത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇറങ്ങാനുള്ള സ്ഥലമില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏത് വ്യക്തികൾ കുഴിക്കകത്ത് തള്ളിയിറക്കിയോ അവർ തന്നെ യോസഫിനെ തിരിച്ച് കൈപിടിച്ച് കയറ്റി. ഇവിടെ ഞാനൊരു സന്ദേശം പറയാം, നീ ദൈവത്തിന്റെ കയ്യിലാണെങ്കിൽ ആരെല്ലാം നിന്നെ തള്ളിയാലും ആ തള്ളിയവർ തന്നെ നിന്നെ കൈപിടിച്ച് കയറ്റും. അല്പം കഴിയുമ്പോൾ ആ ചരിത്രം മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ആരെല്ലാം ഒതുക്കാൻ ശ്രമിച്ചോ അവരെല്ലാം യോസഫിന്റെ മുമ്പിൽ വെറും പാത്രങ്ങളോടെ, വെറും ചാക്കുകളോടെ നിസ്സഹായകരായി കൈകുപ്പി നിൽക്കുക. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം, നീ ദൈവത്തിന്റെ കയ്യിലാണോ നിന്നെ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. നീ ദൈവത്തിന്റെ കയ്യിലാണോ നിന്നെ വെല്ലുവിളിച്ചവൻ നിന്റെ മുമ്പിൽ മുട്ടുകുത്തും. നീ ദൈവത്തിന്റെ കയ്യിലാണോ നീ ഒരു അസാധാരണ പ്രവൃത്തി കാണും. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ അവൻ്റെ ഉള്ളം കയ്യിലാണ് എന്ന വിശ്വാസത്തോടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ ഉള്ളം കയ്യിൽ ആണെന്നുള്ള ഉറപ്പും ധൈര്യവും ഞങ്ങൾക്ക് തന്നുകൊണ്ട് സ്തോത്രം. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നീ അവൻ്റെ ഉള്ളം കയ്യിലാണ്. ഒന്നിനും ഭയപ്പെടണ്ട, അവൻ നിന്നെ നടത്തും. ഗോഡ് ബ്ലെസ് യു.